ഹായ് ഫ്രണ്ട്സ്, റെസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് റെഡിയാക്കാൻ നമുക്ക് എണ്ണയൊന്നും ആവശ്യമില്ല. ഗോതമ്പ് പൊടിയും പഴവും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും വൈകുന്നേരം ചായക്ക് കഴിക്കാനും എല്ലാം നല്ലതാണ്. പിന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെയാണെങ്കിൽ ഇത് മധുരം ചേർക്കാണ്ട് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രം നിറച്ചും ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ്. അതിന് ഞാനിവിടെ 2 ഏത്തപ്പഴം ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഏത്തപ്പഴം നമ്മൾ തീരെ ചെറുതായി നുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പാത്രം നിറച്ചും തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഷുഗറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മധുരം ചേർക്കാണ്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. മധുരം ചേർത്തില്ലെങ്കിലും കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഏലക്കാപ്പൊടിയാണ്. അതിനുവേണ്ടി ഞാനൊരു 3 ഏലക്ക പൊടിച്ചതിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു നുള്ള് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പൊന്നും വേണ്ട, ഒരു നുള്ള് ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം കൈവച്ചൊന്നിങ്ങനെ തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പഴവും തേങ്ങയും എല്ലാം പൊടിയായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആകുന്നതിന് വേണ്ടി നമ്മൾക്ക് നല്ലോണം ഒന്ന് ഇങ്ങനെ ഇതുപോലെ തിരുമ്മി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയിൽ വെള്ളമൊക്കെ ഇങ്ങനെ നല്ലോണം ഇതിലോട്ട് പിടിക്കും. അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ നല്ലോണം മിക്സായി വരും. ഇപ്പോൾ നമ്മുടെ പൊടി ഈ പാകത്തിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകം മതിയാവും. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഈ വെള്ളത്തിൽ തന്നെ നല്ലോണം മിക്സായി കിട്ടും. ഇനി ഇപ്പോൾ നമ്മളിത് ഈ ഒരു പാകത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി പൊടികളും ഇതുപോലെ തന്നെ നമുക്ക് ഉരുളയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ ഒരു 13 ഉരുളയോളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റീമർ ആവി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഉരുളകൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ സ്റ്റീമറിൽ നിന്ന് നല്ലോണം ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുളകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളകൾ നമ്മൾ ഫുള്ളായിട്ടും തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മൂടി വെച്ച് ഒരു 20 മിനിറ്റോളം വേവിച്ചാൽ മതി. നല്ലോണം ആവി വന്നതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി 20 മിനിറ്റോളം വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉരുളകളെല്ലാം തന്നെ വെന്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ പഴവും തേങ്ങയും എല്ലാം നല്ലോണം വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായക്കടിയാണ്. ഷുഗർ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് രാവിലെയും വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നെങ്കിൽ നല്ലതാണ്. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചായയുടെ കടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചായയുടെ കടിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഷുഗറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ മധുരം ചേർക്കാതെ പഴവും തേങ്ങയും മാത്രം ചേർത്ത് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റിയാണ്. പഴത്തിൻ്റെ മധുരവും തേങ്ങയുടെ മധുരമൊക്കെ ആകുമ്പോൾ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് മധുരം കൂടുതലും വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതലും ചേർക്കാം. അപ്പോൾ നമ്മൾ തീർച്ചയായും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.